Dear students, welcome to English class. This is the second part of the best investment I ever made by A.J. Cronin of our second unit. നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലെ അതിപ്രധാനമായ ഒരു കഥ ഫസ്റ്റ് പാർട്ട് നമ്മൾ കണ്ടു. A.J. Cronin, the doctor, accompanies the ship as a doctor, and in the deck he could see a man with his wife watches him daily, and occasionally that man follows our doctor with his eyes. ഡോക്ടർ എപ്പോഴും ഡെക്കിലൂടെ സഞ്ചരിച്ചാലും ആ സമയത്ത് അതേ സീറ്റിലിരുന്നു കൊണ്ട് ആ മനുഷ്യൻ ഒരേപോലെ തന്നെ നോക്കുന്നു. പക്ഷേ ഹീ ഈസ് നോട്ട് അറ്റ് ഓൾ കോൺഫിഡൻറ്റ് ടു ഗോ ടു ദ ഡോക്ടർ ആൻഡ് ടോക്ക് ടു ഹിം. പക്ഷേ എന്തുകൊണ്ടോ അയാൾക്ക് ആ 40 വയസ്സുകാരന് ആ കാഴ്ചയ്ക്ക് ഗൗരവതരമായ ലുക്കുള്ള ആ മനുഷ്യന് നമ്മുടെ ഡോക്ടറുടെ അടുത്ത് ചെല്ലാനോ സംസാരിക്കാനോ പറ്റുന്നില്ല. ആൻഡ് ഹിസ് വൈഫ് അർജ്ഡ് ഹിം ടു ഡു സോ. അവിടെ അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്കെത്തുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. ദ നെയിം ഓഫ് ദാറ്റ് മാൻ ഈസ് മിസ്റ്റർ ജോൺ എസ്. ആ മിസ്റ്റർ ജോൺ എസിനെ പ്രോപ്പർ ടൈമിൽ പ്രോപ്പർ കണ്ടീഷനിലേക്ക് എത്തിക്കുന്നത്, സമയത്ത് യഥാർത്ഥ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ആ സ്ത്രീയാണ്, ഹിസ് വൈഫാണ്. സോ ദറ്റ് ഗുഡ് കപ്പിൾ, ആ ജോഡി മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയും പോലെ പരസ്പര പൂരകമായി പ്രവർത്തിക്കുന്ന അവർ ആരാണ്? വൈ ഡസ് ദാറ്റ് യങ് മാൻ വാച്ചസ് ദിസ് ഡോക്ടർ? എന്തിനാണ് ആ യുവാവ് ഈ മനുഷ്യനെ ഇങ്ങനെ കണ്ണുകൊണ്ട് പിന്തുടരുന്നത്, സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്പം ഭയന്നിരിക്കുന്നത്? യെസ്, ലിസൺ. എക്സ്ക്യൂസ് മീ ഡോക്ടർ, ഐ വണ്ടർ ഇഫ് ഐ മൈറ്റ് ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. സർ, ക്ഷമിക്കണം, ഞാൻ എന്നെ സ്വയം ഒന്ന് പരിചയപ്പെടുത്തട്ടെ. He spoke almost breathlessly, offering me the visiting card. He held his hand and studying my face to see if the name meant anything to me. ആ മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന് ഒറ്റ ശ്വാസത്തിൽ ഒരു വാചകം പറഞ്ഞു തീർത്തു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന വിസിറ്റിംഗ് കാർഡ് എൻ്റെ കയ്യിലേക്ക് തന്നു. ആ പേര്, വിസിറ്റിംഗ് കാർഡിലെ പേര് എന്നിൽ എന്തെങ്കിലും മാറ്റമുണ്ടാക്കുന്നുണ്ടോ എന്ന് ആ മനുഷ്യൻ അപ്പോഴും നിരീക്ഷിക്കുകയായിരുന്നു. ബട്ട് ദർ വാസ് നോ ചേഞ്ച് ഓഫ് എക്സ്പ്രഷൻ ഓൺ ദ ഫേസ് ഓഫ് ഡോക്ടർ. പക്ഷേ ഡോക്ടറുടെ മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ല. So we can see that with the inspiration of his wife, Mr. John S. approached Dr. A.J. Cronin and he introduced himself and he handed over a card to him, his visiting card. Doctor watched it and he read it. But there was no change. Why? Because he couldn't identify who this man is. ഡോക്ടർക്ക് മനസ്സിലായില്ല ആരാണ് ഈ മനുഷ്യൻ, പേര് കണ്ടിട്ട് മനസ്സിലായില്ല. ആ ഭാവഭേദത്തിന് വേണ്ടി, ഭാവമാറ്റത്തിന് വേണ്ടി മിസ്റ്റർ ജോണസ് കാത്തിരുന്നു. ദെൻ ആസ് ഇറ്റ് പ്ലെയിൻലി ഡിഡൻറ്റ്, ഹി വെൻ്റ് ഓൺ വിത്ത് ദ സെയിം ഓക്വേർഡ്നെസ്. ഇഫ് യു കുഡ് സ്പെയർ എ ഫ്യൂ മിനിറ്റ്സ്. എനിക്ക് മനസ്സിലായില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ മിസ്റ്റർ ജോൺ റിയലൈസ്ഡ് ഡോക്ടർ A.J. Cronin couldn't identify him. So the same alt
ഓക്വേർഡ്നെസ്, അദ്ദേഹത്തിൻ്റെ മുഖത്തെ ആദ്യം നമ്മൾ കണ്ട അസ്വസ്ഥത വീണ്ടും ഉണ്ടായി. എന്നെ മനസ്സിലായില്ലല്ലോ എന്ന അവസ്ഥ. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, ഇഫ് യു could spare a few minutes, my wife and I would like to have a word with you. Sir, please spare some moments with me. Spare some time for me. Please allow me to speak. I, with my wife, wish to talk to you. Sir, അല്പസമയം എനിക്ക് അനുവദിക്കാമോ? എൻ്റെ ഭാര്യ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ അങ്ങയോട് സംസാരിക്കാനുണ്ടായിരുന്നു. പ്ലീസ് സർ. A moment later, I was occupying the vacant chair beside them. Yes, he agreed. A.J. Cronin agreed. And he went to the next chair where they were sitting. അവർ അതുവരെ ഇരുന്ന ആ ഇരിപ്പിടത്തിനടുത്തേക്ക് ഹാൾട്ടിങ്ങിലേ നിർത്തിക്കൊണ്ട്, നമുക്കറിയുന്ന വാക്കാണ് ഹാൾട്ട്, നിൽക്കുക. ഹാൾട്ടിങ്ങിലേ നിർത്തിക്കൊണ്ട് he told me that this had been their first visit to America and they began to introduce themselves. അവർ സ്വയം പരിചയപ്പെടുത്താൻ തുടങ്ങി. It was the first visit to America. അവരുടെ അമേരിക്കയിലേക്കുള്ള ആദ്യ യാത്രയായിരുന്നു ഇത്. അമേരിക്കയിൽ നിന്നും ഇപ്പോൾ തിരിച്ചു പോകുകയാണ്. ഇറ്റ് വാസ് നോട്ട് എൻറ്റയർലി എ ഹോളിഡേ ട്രിപ്പ് സർ. ഇതൊരു അവധിക്കാല വിനോദയാത്രയല്ല ഞങ്ങൾക്ക്. നോട്ട് എൻ എൻ്റർടൈൻമെൻറ്റ് ട്രിപ്പ്, നോട്ട് മിയർലി എ ടൂറിസ്റ്റ് ട്രിപ്പ്. അങ്ങനെ ടൂറിസ്റ്റായിട്ട് ഞങ്ങൾ വന്നതല്ല. ദേ ഹാഡ് ബീൻ മേക്കിംഗ് എ ടൂർ ഓഫ് ദ ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റ്സ്, ഇൻസ്പെക്ടിങ് മെനി ഓഫ് ദ സമ്മർ റിക്രിയേഷണൽ ക്യാമ്പ്സ് ഫോർ യങ് പീപ്പിൾ ദർ. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അമേരിക്കൻ ഐക്യനാടുകളിൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി നടത്തുന്ന ഒരു ട്രസ്റ്റുണ്ട്. ആ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ തലവനാണ്, കൺട്രോളറാണ്, ഡയറക്ടറാണ് മിസ്റ്റർ ജോൺ എസ്. ഹീസ് ആൻ അഡ്വക്കേറ്റ്. അദ്ദേഹം ഒരു വക്കീലാണ്. ആൻഡ് ഹിസ് വൈഫ് ഈസ് ഓൾസോ അനദർ ഡയറക്ടർ ഓഫ് ദാറ്റ്. ആ സംഘടനയെ നയിക്കുന്ന പാവപ്പെട്ട കുട്ടികൾ, സ്ലം ചിൽഡ്രൻ, ചേരിയിലെ കുഞ്ഞുങ്ങൾ, സ്ട്രീറ്റ് ചിൽഡ്രൻ, തെരുവിലെ കുഞ്ഞുങ്ങൾ, ഓർഫൻസ്, അനാഥർ ആൻഡ് മെൻ്റലി റിട്ടാർഡഡ്, മാനസിക വിഭ്രാന്തിയുള്ളവർ, ആൻഡ് ഹാൻഡിക്യാപ്ഡ്, അംഗവൈകല്യമുള്ളവർ, ആൻഡ് അബാൻഡൻഡ്, ഒഴിവാക്കപ്പെട്ടവർ, ആൻഡ് എസ്പെഷ്യലി അവോയ്ഡഡ് ആൻഡ് ഇഗ്നേർഡ്, അവഗണിക്കപ്പെട്ടവർ. അങ്ങനെയുള്ള കുട്ടികളെ നല്ല വഴിയിലേക്ക്, ഗിവിങ് ദം ഹെൽപ്പ്, സപ്പോർട്ടിങ് ദം ആൻഡ് സ്ട്രെച്ചിങ് ഹാൻഡ് ടു അപ്ലിഫ്റ്റ് ദം, അവരെ കൈപിടിച്ചുയർത്തുന്ന ഒരു സൽക്കർമ്മം ചെയ്യുന്ന വ്യക്തികളാണ് മിസ്റ്റർ ജോൺ എസ് ആൻഡ് ഹിസ് വൈഫ്. ചിലറക്കാരല്ല, വെരി ഗ്രേറ്റ് പീപ്പിൾ, വളരെ വളരെ മഹത്വമുള്ള കർമ്മം ചെയ്യുന്നവരാണ്. ആൻഡ് ദേ ഇൻട്രൊഡ്യൂസ്ഡ്, സർ, വി കെയിം ഫോർ ദിസ് പർപ്പസ്, നോട്ട് ഫോർ എൻ എൻ്റർടൈൻമെൻറ്റ് ട്രിപ്പ്. ഞങ്ങൾ ഇവിടെ സ്ഥലം കാണാൻ, അമേരിക്ക കാണാൻ, അതാണ് ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ പഴയ ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിൽ പോയിട്ട് സ്ഥാപിക്കപ്പെട്ട ആ സങ്കേതത്തിനാണ്, അതാണ് അവർ അപ്രകാരത്തിൽ പറയുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ഈ അമേരിക്കയിലേക്ക് വന്നത്, അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് വന്നത്, സർ, നോട്ട് ഫോർ പ്ലഷർ ട്രിപ്പ്, ഒരു ഉല്ലാസയാത്രയ്ക്കല്ല. അറ്റ് ദ സെയിം ടൈം വി ആർ ഡൂയിങ് സം സീരിയസ് വർക്ക്. ഞങ്ങൾ ചില ഗൗരവമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ട്രൈ അവർ ബെസ്റ്റ് ടു സേവ് ദ ചിൽഡ്രൻ ഓഫ് ദ സ്ട്രീറ്റ്. തെരുവിലെ കുട്ടികളെ ഒന്ന് സംരക്ഷിക്കാൻ, ആൻഡ് ചേഞ്ച് ദെയർ മൈൻഡ് ആൻഡ് ചേഞ്ച് ദെയർ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബ്രിങ് ദം എഗെയിൻ ടു ലൈഫ്. അവരെ സമീപനം, മാനസിക അവസ്ഥ മാറ്റി, അവരുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ മാറ്റി അധ്യയനത്തിലേക്കും അങ്ങനെ ജീവിതത്തിലേക്കും, ലേണിങ്ങിലൂടെ ലേബറിലേക്കും, ലേബറിലൂടെ ലീഡർഷിപ്പിലേക്കും.
പഠനത്തിലൂടെ ജോലിയിലേക്കും ജോലിയിലൂടെ നേതൃത്വത്തിലേക്കും കൈപിടിച്ചുയർത്താൻ വേണ്ടിയാണ് സർ ഞങ്ങൾ അമേരിക്കയിൽ വന്നത്. ആ ക്ലബ്ബ്, ആ ചാരിറ്റബിൾ ട്രസ്റ്റ്, റീഡ് വൺസ് അഗെയിൻ, ശ്രദ്ധിച്ച് വായിച്ചു നോക്കൂ. ഇറ്റ് വാസ് നോട്ട് എൻറ്റയർലി എ ഹോളിഡേ ട്രിപ്പ്. സർ, ഇതൊരു ഹോളിഡേ ട്രിപ്പ് അല്ല. ദേ ഹാഡ് ബീൻ മേക്കിംഗ് എ ടൂർ ഓഫ് ദ ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റ്സ്. അതാണ് ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റ്. ഡോണ്ട് തിങ്ക് അബൌട്ട് ദ ബ്രിട്ടീഷ് ആർ റിലേറ്റഡ് വിത്ത് ബ്രിട്ടൻ. ബ്രിട്ടനിലെ ഇംഗ്ലണ്ടാണെന്ന് കരുതരുത്. അമേരിക്കൻ ഐക്യനാടുകളിലെ ഇംഗ്ലീഷ് സങ്കേതത്തെയാണ് ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റ്സ് എന്ന് വിളിച്ചിരിക്കുന്നത്. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. എന്തിനു വേണ്ടി വന്നു? ഇൻസ്പെക്റ്റിംഗ് മെനി ഓഫ് ദ സമ്മർ റിക്രിയേഷണൽ ക്യാമ്പ്സ്. വേനൽക്കാലത്ത് ഇവിടെ നടത്തപ്പെടുന്ന അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി, ടു റീഹാബിലിറ്റേറ്റ്, അതാണ് ഇംഗ്ലീഷ് ടേം, റീഹാബിലിറ്റേറ്റ്. പുനരധിവസിപ്പിക്കുക. അപ്പോൾ അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയാണ്, വീണ്ടും ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ വേണ്ടി അവർക്ക് നടത്തുന്ന ക്യാമ്പുകളുണ്ട്. എസ്പെഷ്യലി സമ്മർ ക്യാമ്പ്, അവധിക്കാല വേനൽക്കാല ക്യാമ്പുകൾ. അവരെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് ഫോർ യങ് പീപ്പിൾ ദർ. അപ്പോഴിപ്പോഴാ ദർ എന്ന് പറയാൻ കാരണം കടൽ ഇംഗ്ലണ്ടിൽ എത്താറായി, അതുകൊണ്ടാണ് യാത്ര കഴിയാറായി. ആഫ്റ്റർവേഡ്സ് ദേ ഹാഡ് വിസിറ്റഡ് സെറ്റിൽമെൻറ്റ് ഹൗസസ്. അങ്ങനെ അവിടുത്തെ പുനരധിവസിപ്പിക്കപ്പെട്ട ഇടങ്ങളാണ് സെറ്റിൽമെൻറ്റ് ഹൗസസ്, വേർ ദേ വർ സെറ്റിൽഡ്. ആ അനാഥരായ കുട്ടികളെ പിടിച്ച് കുടിയിരുത്തിയ രക്ഷാകേന്ദ്രങ്ങളിലാക്കി കൊടുത്തു. ആ രക്ഷാകേന്ദ്രങ്ങളാണ് സേഫ്റ്റി സെൻറ്റേഴ്സാണ്, ആ പ്രീക്കോഷൻ സെൻറ്റേഴ്സാണ്. മുൻകരുതലോടുകൂടി അവർക്ക് സ്ഥാപിക്കപ്പെട്ട ആ സെറ്റിൽമെൻറ്റ് ഹൗസസ് കാണാൻ വേണ്ടി, റിക്രിയേഷൻ ക്ലബ്ബ് കാണാൻ വേണ്ടി, അവിടുത്തെ പ്രോഗ്രാംസ് സംഘടിപ്പിക്കാൻ വേണ്ടി മിസ്റ്റർ ജോണും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ബ്രിട്ടനിൽ നിന്ന് അമേരിക്കയിൽ പോയി ഇപ്പോൾ തിരിച്ചു വരും വഴിയാണ്. യാത്രക്കിടയിലാണ് AJ ക്രൂണിനെ കാണുന്നത്. ന്യൂയോർക്ക് ആൻഡ് അതർ സിറ്റീസ് ടു സ്റ്റഡി ദ methods employed in dealing with the cases of backward. എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്? ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് പണം കൊടുക്കുന്നു അല്ലെങ്കിൽ സഹായിക്കുന്നു, അതിങ്ങനെയാണ് അവരിലെത്തുന്നത്, എങ്ങനെയാണ് അവരിലെത്തിക്കുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടി, ടു എൻക്വയർ, അന്വേഷിക്കാൻ വേണ്ടി, ടു സ്റ്റഡി, മനസ്സിലാക്കാൻ വേണ്ടി, ആൻഡ് ടു സപ്പോർട്ട് ദം, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മാൽ അഡ്ജസ്റ്റഡ് ആൻഡ് ഡിലിംഗ്വൻ്റ് യൂത്ത്. കണ്ടോ, മാൽ അഡ്ജസ്റ്റഡ്, അൺആക്സെപ്റ്റബിൾ ബിഹേവിയർ ഡ്യൂ ടു മെൻ്റൽ പ്രോബ്ലം. ഏതെങ്കിലും തരത്തിൽ മാനസിക നില തെറ്റിയതുകൊണ്ട് അസ്വീകാര്യമായ പെരുമാറ്റമുള്ളവർ, മെൻ്റലി റിട്ടാർഡഡ് ആവാം ബൈ ബർത്ത്, അല്ലെങ്കിൽ ഒരുപാട് മാനസിക പീഡനം സഹിച്ച് മനോനില തെറ്റിയവരോ തീവ്രമായവരോ ആയ കുട്ടികൾ. അങ്ങനെ എന്തായി മാറിയവർ? ഡിലിംഗ്വൻ്റ്. അതായത് വഴിമാറി പോയവർ. ദാറ്റ് മീൻസ് മൂവിങ് ത്രൂ wrong way. ഏതോ കാരണം കൊണ്ട് തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഇടവന്നവർ, ഏതോ കാരണം കൊണ്ട് മാനസിക നില തെറ്റിയവർ, വിഭ്രാന്തിയിലേർപ്പെട്ടവർ, ആയിപ്പോയവർ, അതുകൊണ്ട് മോശമായി പെരുമാറുന്നവർ, അവരെ ദറ്റ് മാൽ അഡ്ജസ്റ്റഡ് ആൻഡ് ഡിലിംഗ്വൻ്റ്, മാൽ അഡ്ജസ്റ്റഡ് ബിഹേവിയറുള്ള, സ്വഭാവ ദൂഷ്യമുള്ള, വഴി പിഴച്ചുപോയ, വഴി തെറ്റിപ്പോയ അവരെ ബ്രിങ് ടു ദ കറക്റ്റ് പാത്ത്, ബ്രിങ് ടു ദ റൈറ്റ് ലൈഫ്, ശരിയായ പാതയിലേക്കും ശരിയായ ജീവിതത്തിലേക്കും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് സർ ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. 6th പാര. There was in his voice and manner
indeed in his whole personality a genuine enthusiasm that was disarming me. Yes, now Dr. A.J. Cronin totally changed. His presence altered his mind. He became disarming. അതുവരെ പ്രതിയോഗിയെപ്പോലെ കണ്ടിരുന്ന ആ മിസ്റ്റർ ജോണിനെ ഡിസാമിങ് ആയിട്ടാണ്, നിരായുധനായിട്ടാണ്. ഡിസാമിങ് ആയുധമാണ്, കണ്ടോ, ഹെൽപ്ലെസ്, നിസ്സഹായൻ, നിരായുധനായിപ്പോയി നമ്മുടെ എ.ജെ. ക്രോണിൻ. വാഗ്മിയാണ്, ശക്തനാണ്, ആൾ വളരെ കറേജിയസ് ആണ്. പക്ഷേ ഇത്തരമൊരു കാര്യത്തിന് വേണ്ടിയാണ് ഈ ചെറുപ്പക്കാരൻ ബ്രിട്ടനിൽ നിന്ന് അമേരിക്കയിലെ ഭാര്യാസഹിതം വന്നതെന്നും ഈ വലിയ പ്രവൃത്തി, സൽപ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയാണ് തൻ്റെ മുന്നിൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഭയചകിതനായ ഒരു കുഞ്ഞിനെപ്പോലെ നിൽക്കുന്നതെന്നും വിനീത വിധേയനായി പെരുമാറുന്നതെന്നും കണ്ടപ്പോൾ ഹി ബിക്കേം ഡിസാം. അദ്ദേഹത്തിന്, അതായത് എ.ജെ. ക്രോണിന് നമ്മുടെ മിസ്റ്റർ ജോണിനെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ജോണിനെ ഇഷ്ടപ്പെടുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലായിരുന്നു. നോ അതർ വേ ബട്ട് ടു ലവ് ഹിം. യെസ്, ദർ വാസ് നോ അതർ സോഴ്സ് ബട്ട് ടു ലവ് ഹിം. ആ ചെറുപ്പക്കാരനെ സ്നേഹിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു. അതുകൊണ്ട് ഇനി എന്താണ് എ.ജെ. ക്രോണിൻ ചെയ്ത് നോക്കുക. ഐ ഫൗണ്ട് മൈസെൽഫ് ലൈക്കിംഗ് ഹിം. കണ്ട, ഇൻസ്റ്റിങ്റ്റീവ്ലി, ഏതോ ജന്മവാസന കൊണ്ടെന്ന വണ്ണം, ജന്മബന്ധം കൊണ്ടെന്ന വണ്ണം എനിക്ക് ആ മനുഷ്യനോട് വളരെ അടുപ്പം തോന്നി. I began to love him. I began to like him as my dearest one, as my nearest one. എൻ്റെ ഉറ്റവരെ പോലെ ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു പോയി. വിത്തിൻ സെക്കൻഡ്സ്, നിമിഷങ്ങളെ കൊണ്ട്, ജസ്റ്റ് ഇൻ സം sentences, just in some words said by that Mr. John S. കണ്ടോ, I found myself liking him instinctively, questioning him further. അവനോട് ഞാൻ കൂടുതൽ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു. I want to know him, I want to learn him, I want to realize him, I want to identify him, I want to make him my friend. എനിക്കവനെ കാണണം, എനിക്കവനെ അറിയണം, എനിക്കവനെ മനസ്സിലാക്കണം, എനിക്കവനെ എൻ്റെ സുഹൃത്ത്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു. ഹിം ഫർദർ ഐ ലേൺ ദാറ്റ് ഹി ആൻഡ് ഹിസ് വൈഫ് ഹാഡ് ബീൻ ആക്റ്റീവ് ഫോർ ദ പാസ്റ്റ് 15 years ഇൻ ദ ഫീൽഡ് ഓഫ് യൂത്ത് വെൽഫെയർ, യുവജനക്ഷേമ പ്രവർത്തനത്തിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ. For the last 15 years, that means when he was just 25, കേവലം 25 വയസ്സായപ്പോൾ മുതൽ ഇത്തരം പ്രവർത്തനത്തിൽ മുഴുകിയ ആ ചെറുപ്പക്കാരൻ. വാട്ട് എ ഗുഡ് പേഴ്സൺ, വാട്ട് എ ഗുഡ് ഹ്യൂമൻ ബീയിങ്, വാട്ട് എ സർവീസ് മൈൻഡഡ് പേഴ്സൺ, വാട്ട് എ സെൽഫ്ലെസ് പേഴ്സൺ. എന്തൊരു നിസ്വാർത്ഥ മനുഷ്യൻ, എന്തൊരു സേവന മനസ്ഥിതിയുള്ള മനുഷ്യൻ, എന്തൊരു നല്ല മനുഷ്യൻ. ഇദ്ദേഹമാണ് മനുഷ്യൻ. ഹി ഈസ് ദ മാൻ. അതുകൊണ്ട് വിചാരിച്ചതുപോലെയല്ല, ഞാൻ ഒരു നല്ല മനുഷ്യനെ കണ്ടുമുട്ടി. ആൻഡ് ഹി വാസ് ബൈ പ്രൊഫഷൻ എ സോളിസിറ്റർ. മിസ്റ്റർ ജോൺ തൊഴിൽ കൊണ്ട് ഒരു സോളിസിറ്ററാണ്. സോളിസിറ്റർ, അഡ്വക്കേറ്റ്. സോളിസിറ്റർ മീൻസ് ലോയർ, അഡ്വക്കേറ്റ്. ബൈ പ്രൊഫഷൻ ഹി ഈസ് എ ലോയർ. അദ്ദേഹത്തിന് നല്ല ജോലിയുണ്ട്, വക്കീലാണ്. ബട്ട് ഇൻ അഡീഷൻ ടു ഹിസ് പ്രാക്ടീസ്, പക്ഷേ ഇതിനു അപ്പുറത്ത് അറ്റ് ദ കോർട്ട്സ്, കോടതിയിലെ ഈ നിയമജ്ഞൻ്റെ ജോലിക്കുമപ്പുറം സോളിസിറ്റർ എന്ന, അഡ്വക്കേറ്റ് എന്ന, ലോയർ എന്ന ആ ജോലിക്കുമപ്പുറം, ബട്ട് ഇൻ അഡീഷൻ ടു ഹിസ് പ്രാക്ടീസ് അറ്റ് ദ കോർട്ട്സ് ഫൗണ്ട് ഹിം ടൈം ടു ആക്ട് ആസ് ഡയറക്ടർ ഓഫ് എ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചു, ഹി ഈസ് ദ ഡയറക്ടർ ഓഫ് എ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. മറ്റുള്ളവർക്ക് ക്ഷേമകാര്യങ്ങൾ ചെയ്യുന്ന, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയുടെ ചാരിറ്റി വർക്ക് ചെയ്യുന്ന, മദർ തെരേസയെ പോലെ ചാരിറ്റബിൾ വർക്ക് ചെയ്യുന്ന ഒരു സംഘടനയുടെ ഓർഗനൈസേഷൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം. ആൺകുട്ടികളുടെ, പെൺകുട്ടികളുടെ വളർച്ചയിൽ ശ്രദ്ധാലുവായ, ഡിവോഷൻ, സബ്മിഷൻ, ജീവിതം സമർപ്പിച്ച വ്യക്തിയാണ്.
മോസ്റ്റ്ലി ഫ്രം സിറ്റി സ്ലംസ്, പ്രത്യേകിച്ചും എവിടെ നിന്ന് വരുന്ന കുട്ടികൾ? സിറ്റി സ്ലംസിൽ നിന്ന് വരുന്നവർ, ചേരി പ്രദേശത്ത് നിന്ന് വരുന്നവർ, നഗരത്തിലെ ചേരിയിൽ നിന്ന് വരുന്നവർ. ഹു ഹാഡ് ഫോളൻ അണ്ടർ ദി ബാൻ ഓഫ് ദ ലോ. ബാൻ ഓഫ് ദ ലോ, ബാൻ തടസ്സം, തടയൽ, ഓഫ് ദ ലോ, നിയമത്തിൻ്റെ കുരുക്കിൽ പെട്ടുപോയാർ. അറിയാതെ കുട്ടിക്കാലത്ത് ചില അബദ്ധങ്ങൾ ചെയ്തിട്ട് തടവിലടയ്ക്കപ്പെട്ട്, അതായത് പണിഷ്മെൻറ്റ് സെൻറ്റേഴ്സിൽ അടയ്ക്കപ്പെട്ടവർ, നിയമം വിലക്കിയവർ, സമൂഹം ബാൻ ചെയ്തവർ, അവരെ സംരക്ഷിക്കും. വാട്ട് എ ഗുഡ് വർക്ക്, വാട്ട് എ ഗുഡ് മൈൻഡ്. എന്ത് നല്ല പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്യുന്നത്, എന്ത് നല്ല മനസ്സാണ് അദ്ദേഹത്തിൻ്റെത്. സോ ദിസ് ഈസ് ദ ആക്ഷൻസ്, വർക്ക്സ് ഡൺ ബൈ ദാറ്റ് great-minded persons, husband and wife, Mr. John and Mrs. John. Yes, once again, mostly from city slums who had fallen under the ban of the law. The ban of the law. Ban, വിലക്ക്. ബാൻ, എക്സാമിനേഷൻ ബാൻ ചെയ്യുക എന്ന് പറയും. വിലക്കുക, കോപ്പി അടിച്ചവരെ ബാൻ ചെയ്യുക, വിലക്കുക. സമൂഹം വിലക്കിയവർ. സോ let us wind up it. Before that, once again, the conclusion. നോക്കൂ, Mr. Jonas and Mrs. Jonas. And at first, Mr. Ajak-Cronin couldn't accept them. And with the help of Mr. John's wife, or at the proper decision of Mr. John's wife, they reached in front of Dr. Ajak-Cronin, and Mr. John introduced himself. He is a solicitor, he is a lawyer, he is also acting as the director of a charitable organization that helps the students, that means the youngsters, not the students, the youngsters of the street, the slum children, the street children, the delinquent children, the maladjusted children, or the children, those who are living in the wrong track, moving through the wrong track. അറിയാതെ തെറ്റായ പാതയിലേക്ക് വഴി തെറ്റിപ്പോയവർ, വഴി പിഴച്ചു പോയവർ, അവരെ മെൻ്റലി റിട്ടാർഡഡ്, ഫിസിക്കലി റിട്ടാർഡഡ്, ഓർ സോഷ്യലി ബാക്ക്വേർഡ്, സാമൂഹികമായി പിന്നോക്കം, അല്ലെങ്കിൽ മാനസികമായിട്ട് അങ്ങനെ എന്തെങ്കിലും തകരാറ് സംഭവിച്ചു പോയവർ, ശാരീരികമായി അംഗവൈകല്യം വന്നവർ, അല്ലെങ്കിൽ ഫ്രം ദ മെയിൻ സ്ട്രീം, ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും തെറ്റിച്ചു പോയവർ, തെന്നിപ്പോയവർ, അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കപ്പെട്ടവർ, ദാറ്റ് ഓർഫൻസ്. നൗ ദീസ് മിസ്റ്റർ ജോൺ ആൻഡ് മിസ്സിസ് ജോൺ ട്രൈ ദിയർ ബെസ്റ്റ് ടു സേവ് ദം ആൻഡ് ടു resettle them and to rehabilitate them, trying to give a new life to them. So let us end the class today here, and the remaining part in the third part.